ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡെയിലി റൊട്ടീൻ, അതായത് നമ്മുടെ ദിനചര്യങ്ങളില്ലേ, അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഏതൊരു സ്പീച്ച് പറയുമ്പോഴും ആ സ്പീച്ച് നമുക്ക് എങ്ങനെ വളരെ ഭംഗിയായിട്ട് പറയാം എന്നുള്ളതിന് കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോന്റെ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഡെയിലി റൊട്ടീൻ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വാക്കുകൾ ആലോചിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിലത്തെ ആദ്യത്തെ വാക്കാണ് then എന്നുള്ളത്. then എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നിട്ട്, പിന്നെ, അതിനുശേഷം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് പറയണം, ഞാൻ 6 മണിക്ക് എണീക്കും, എന്നിട്ട് ഞാൻ പല്ല് തേക്കും. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? I wake up at 6 AM, then I brush my teeth. എന്താ അർത്ഥം? രാവിലെ ഞാൻ 6 മണിക്ക് എണീക്കും, then എന്നിട്ട് ഞാൻ പല്ല് തേക്കും, I brush my teeth. അതിനുശേഷം ഇപ്പൊ നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, ആ പല്ല് തേക്കണതിന്റെ ഒപ്പം തന്നെ ഞാൻ കുളിക്കും എന്നും പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? I wake up at 6 AM, then I brush my teeth and take a bath എന്ന് പറയാം, കുളിക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇനി പറയണമെന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ പറയാന്ന് വിചാരിക്കേ, then I have my breakfast, then I do some exercises, then I get ready for work. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? then ആ ഒരു വേർഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പറയുന്നത് അത്ര ഭംഗിയാവില്ല. നമുക്ക് വളരെ ഭംഗിയായിട്ട് വളരെ ഇംപ്രസീവ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് അവിടെ പകരം എന്ത് യൂസ് ചെയ്യാം? നമ്മൾ പഠിച്ചു, ആദ്യം ആലോചിച്ച് വെക്കേണ്ടത് then ആണ്. അതിനുശേഷം നമുക്ക് ആലോചിച്ച് വെക്കേണ്ട വേർഡ് ഏതാണ്? ആഫ്റ്റർ ദാറ്റ് എന്ന് ആലോചിക്കാം. ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? അതിനുശേഷം എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പൊ ഞാൻ പറയാന്ന് വിചാരിക്കേ, അതിനുശേഷം ഞാൻ കുറച്ച് ഭക്ഷണം പാകം ചെയ്യും, എന്നിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ആഫ്റ്റർ ദാറ്റ് ഐ കുക്ക് സം ഫുഡ് ആൻഡ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. എന്താ അർത്ഥം വരുന്നത്? അതിനുശേഷം ഞാൻ കുറച്ച് ഭക്ഷണം പാകം ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യുക? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പറയണം. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആഫ്റ്റർ പ്ലസ് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമമാണ്. വേർബ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നാമം. എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമ്മൾ നിർത്തിയത് എവിടെയാണ്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ ഇവിടെ ഒരു നൗൺ ആണ്. ആഫ്റ്റർ എന്ന് പറയുന്ന വേർഡിന്റെ അപ്പുറത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു നൗൺ ആണ്. അപ്പൊ എനിക്ക് എന്ത് പറയാം? ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. അപ്പൊ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഗെറ്റ് റെഡി ഫോർ വർക്ക്. ഞാൻ ജോലിക്ക് വേണ്ടി തയ്യാറാകും എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ കണ്ടോ, ഇപ്പൊ എത്ര ഭംഗിയില്ല നമ്മൾ സെന്റൻസുകൾ ഫോം ചെയ്തതെന്ന് നോക്കിയേ. റിപ്പീറ്റ് ചെയ്ത വേർഡ്സുകളും ഇല്ല. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയും പറയണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പറയണം. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആഫ്റ്റർ പ്ലസ് ജെറൻഡ്. ജെറൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി നിങ്ങൾ, വേർബ് പ്ലസ് ing. വേർബിന്റെ കൂടെ ing യൂസ് ചെയ്തതാണ് ജെറൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അപ്പൊ നമ്മൾ നിർത്തിയത് എവിടെയാണ്? ഞാൻ ജോലിക്ക് വേണ്ടി തയ്യാറാകുമെന്നാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒരു വേർബ് പ്ലസ് ആഫ്റ്ററിന് ശേഷം ഒരു വേർബ് പ്ലസ് ing ഫോം ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആഫ്റ്റർ ഗെറ്റിംഗ് റെഡി ഫോർ വർക്ക്, ജോലിക്ക് റെഡി ആയതിനു ശേഷം അല്ലെങ്കിൽ ജോലിക്ക് തയ്യാറായതിനു ശേഷം ഐ ഗോ ടു വർക്ക്, ഞാൻ ജോലിക്ക് പോകും എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് പറയണം, ബാക്കി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് പറയണം. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹാവിങ് പ്ലസ് വേർബിന്റെ തേർഡ് ഫോം. അപ്പൊ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വളരെ നന്നായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഹാവിങ് പ്ലസ് വേർബിന്റെ തേർഡ് ഫോം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ജോലിക്ക് പോകും എന്ന് പറഞ്ഞു. ഇനി ജോലിക്ക് പോയിട്ട് നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ നമ്മൾ ഹാവിങ് കഴിഞ്ഞിട്ട് വേർബിന്റെ തേർഡ് ഫോം വെച്ചിട്ടാണ് ഒരു സെന്റൻസ് ഫോം ചെയ്യേണ്ടത്. എങ്ങനെ നമ്മൾ പറയും? ഹാവിങ് ഗോൺ ഫോർ വർക്ക് ഐ ടീച്ച് സ്റ്റുഡൻസ്. എന്താ അർത്ഥം വരുന്നത്? ഹാവിങ് ഗോൺ ഫോർ വർക്ക്, ജോലിക്ക് പോയതിന് ശേഷം ഐ ടീച്ച് സ്റ്റുഡൻസ്, ഞാൻ കുട്ടികളെ പഠിപ്പിക്കും എന്നാണ് അർത്ഥം വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്
As soon as, ഉടനെ എന്ന് പറയാൻ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ as soon as I come home, ഞാൻ വീട്ടിലെത്തിയ ഉടനെ എന്താ ചെയ്യുക? My mom gives me a cup of tea. എൻ്റെ അമ്മ എനിക്ക് ഒരു കപ്പ് ചായ തരും എന്നാണ് അർത്ഥം വരുന്നത്. As soon as I come home, my mom gives me a cup of tea. മനസ്സിലായോ? അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ പറയാം? അതിനുശേഷം എന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാം thereafter, അതിനുശേഷം എന്താ ചെയ്യുക? I take some rest. ഞാൻ കുറച്ച് വിശ്രമിക്കും എന്ന് പറയാം. അപ്പൊ ഇതുപോലെ നിങ്ങളും നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ നമ്മൾ ചില വാക്കുകൾ മാത്രമാണ് പഠിച്ചത് അല്ലേ? ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എഴുതാമെന്ന് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇപ്പൊ ആലോചിച്ച് വെച്ചത് വെറും ചെറിയ വാക്കുകൾ മാത്രമാണ്. പക്ഷെ ആ വാക്കുകൾ കൊണ്ട് നമുക്ക് എത്ര സെന്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇനിയൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ഇതിന് ശേഷം, ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഡെയിലി റൊട്ടീൻ, അതായത് നിങ്ങൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. വളരെ ഈസി ആയിട്ടല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച വേർഡ്സുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് നമുക്ക് എന്ത് സെന്റൻസ് ആണ് ഫോം ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് മാറ്റി മറിച്ചും ഒക്കെ പറയാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡ്സ് വെച്ച് എങ്ങനെയൊക്കെ നമുക്ക് സെന്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോ ഞാൻ പറയും I wake up at 8 a.m. Then I drink 2 glasses of water. After that, I do some exercises. After exercising, I brush my teeth and take a bath. After bathing, I get dressed. Having got dressed, I take breakfast at 9 a.m. After breakfast, I go to school by school bus with my friends. After that, I attend all the classes from 9:30 a.m. to 2 p.m. After school, I go for maths tuition. After that, I come home at 3:30 p.m. After that, I have my lunch. Thereafter, I go to the playground to play with my friends. After reaching home, I have my dinner with my family. At last, I go to sleep at 11 a.m. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.